പാതിവില തട്ടിപ്പ് കേസിലെ ഒന്നാം പ്രതി അനന്തകൃഷ്ണന് വിചാരണ കോടതി ജാമ്യം അനുവദിച്ചു. അറസ്റ്റ് ചെയ്ത് 107 ദിവസം പൂർത്തിയാക്കിയ സാഹചര്യത്തിലാണ് കോടതി ജാമ്യാപേക്ഷ പരിഗണിച്ചത്. പാതിവില തട്ടിപ്പ് കേസിലെ ഒന്നാം പ്രതി അനന്തകൃഷ്ണന് വിചാരണ കോടതി ജാമ്യം അനുവദിച്ചു. അറസ്റ്റ് ചെയ്ത് 107 ദിവസം പൂർത്തിയാക്കിയ സാഹചര്യത്തിലാണ് ജാമ്യാപേക്ഷ പരിഗണിച്ചത്. 4 മാസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നതും പ്രതിക്ക് അനുകൂലമായി. മൂവാറ്റുപുഴ പോലീസ് ആദ്യം രജിസ്റ്റർ ചെയ്ത കേസിലാണ് ജാമ്യം ലഭിച്ചത്. പാതിവില തട്ടിപ്പ് കേസിൽ ഒട്ടേറെ കേസുകളും പോലീസും ക്രൈംബ്രാഞ്ചും രജിസ്റ്റർ ചെയ്തിട്ടുള്ളതിനാൽ ഈ കേസുകളിൽ കൂടി ജാമ്യം ലഭിച്ചാൽ മാത്രമേ അനന്തകൃഷ്ണന് ജയിലിൽ നിന്ന് ഇറങ്ങാൻ കഴിയൂ. മൂവാറ്റുപുഴ സെറ്റ് സൊസൈറ്റി ഭാരവാഹികളുടെ കേസിലാണ് ജാമ്യം ലഭിച്ചത്. ഈ കേസിനെ തുടർന്ന് അനന്തകൃഷ്ണൻ നടത്തിയ പാതിവില തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തുവന്നത്. കേസ് പിന്നീട് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയായിരുന്നു. പാതിവിലയ്ക്ക് ഇരുചക്ര വാഹനങ്ങളും ലാപ്ടോപ്പും മറ്റും നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെടുത്തു എന്നായിരുന്നു മൂവാറ്റുപുഴ സെറ്റ് സൊസൈറ്റി പോലീസിന് പരാതി നൽകിയത്. പോലീസിന്റെ അന്വേഷണത്തിൽ സംസ്ഥാന വ്യാപകമായി നടന്ന കോടികളുടെ തട്ടിപ്പാണ് പുറത്തുവന്നത്. രാഷ്ട്രീയ മേഖലയിലും സാംസ്കാരിക മേഖലയിലുമുള്ള ഉന്നതരും കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന വിവരങ്ങൾ പുറത്തുവരികയും വിവാദമാവുകയും ചെയ്തതോടെ സർക്കാർ കേസ് ക്രൈംബ്രാഞ്ചിന് വിടുകയായിരുന്നു.